ഞാനിത് പ്രതീക്ഷിച്ചാണ് വിജയ്. എങ്കിൽ നമുക്കതിനെ നേരിട്ടുകൂടെ? എങ്ങനെ? എപ്പോ വേണമെങ്കിലും ഗോപിയുടെ കൂടെ ഇറങ്ങി വരാൻ ഞാൻ ഒരുക്കമാണ്. വേണ്ട, ഇവിടെ വെച്ച് നാം പിരിയുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഗോപി, ഞാനിത് ആഗ്രഹിക്കാൻ പാടില്ലാത്തായിരുന്നു വിജയ്. എന്തുകൊണ്ട്? ഒരു സാധാരണ സ്കൂൾ വാദ്യാരുടെ മകൻ. എനിക്ക് കേൾക്കണ്ട. കോടിക്കണക്കിലുള്ള സ്വത്തുക്കളെക്കാൾ എനിക്ക് വലുത് ഗോപിയാണ്. അത് മനസ്സിലാക്കാനുള്ള കഴിവ് ഗോപിക്കില്ലെങ്കിൽ വിജയ്, എന്നോടൊപ്പം ഒരുപക്ഷെ നീയും കഷ്ടപ്പെടേണ്ടി വരും. ഒരുക്കമാണ്. പട്ടിണി കിടക്കേണ്ടി വന്നേക്കും. ഗോപി എന്നോട് ഇതൊന്നും പറയേണ്ട കാര്യമില്ല. എങ്കിൽ നാളെ രാത്രി നീ ഒരുങ്ങി വരൂ. നമുക്ക് ഈ നാട് വിട്ടു. ഹലോ, അതെ, വിജയ തന്നെയാണ് സംസാരിക്കുന്നത്. എവിടുന്നാ? ഹോസ്പിറ്റലിൽ നിന്നോ? എന്താ കാര്യം? ആക്സിഡന്റ് ആയി കൊണ്ടുവന്ന പേസ്റ്റ് ഏത് മുറിയിലാണ്? പേരെന്താ? ഗോപി. ഓപ്പറേഷൻ തിയേറ്ററിലുണ്ട്. അങ്ങനെ ഗോപിയിലൂടെ നഷ്ടപ്പെട്ട എന്റെ ജീവിതം ഞാൻ കണ്ടെത്തിയത് നിങ്ങളിലാണ്. ഇപ്പോഴെങ്കിലും ചേട്ടൻ എന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? രാഗിണി നഷ്ടപ്പെടുത്തിയ ചേട്ടന്റെ ജീവിതം ഞാൻ തിരിച്ചു തരാം ചേട്ടാ. ചേട്ടന്റെയും എന്റെയും ദുഃഖങ്ങൾ കൂടി ചേരുമ്പോൾ അതൊരു വലിയ ദുഃഖമാവുമെന്ന് തോന്നാം. പക്ഷേ ദുഃഖത്തിന് മാത്രമേ ദുഃഖത്തെ മായ്ച്ചു കളയാൻ കഴിയുള്ളൂ. ചേട്ടനുമായി ചേരുമ്പോൾ എനിക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ചേട്ടാ. ചേട്ടനും അങ്ങനെ തോന്നുമെങ്കിൽ? എനിക്കങ്ങനെ തോന്നുകയില്ല. ഇനി എന്നെ ചേട്ടന് വിശ്വസിക്കാൻ കഴിയുന്നില്ലേ? ഈ കൈ പിടിക്കൂ ചേട്ടാ. ഈ നിമിഷം ഞാൻ ചേട്ടന്റെ കൂടെ വരാം. ഇതാ എന്റെ കൈ. ഇതാ ചേട്ടാ. ഇല്ല, ഞാൻ തോൽക്കില്ല. ഒരു സ്ത്രീയുടെ മുന്നിൽ ഞാൻ തോൽക്കില്ല.
എന്തൊക്കെയാണ് ഞാൻ ഈ കേൾക്കുന്നത്? വിജയോടെ അപ്പുറത്തുണ്ട്, വിളിക്കാം. നിക്കവിടെ. നീയും കൂടെ അറിഞ്ഞുകൊണ്ടാണ് ഇതൊക്കെ ഇവിടെ നടക്കുന്നത്. എന്താണ് ഉണ്ടായത്? എന്താണ് ഉണ്ടായതെന്നോ? വിജയ ആ ഗോപിയെ കല്യാണം കഴിക്കാൻ പോകുന്നു നാട്ടുകാർ പറഞ്ഞു നടക്കുന്നല്ലോ, അത് വല്ല സത്യവുമുണ്ടോ? വിജയ ചേച്ചി അതാഗ്രഹിച്ചത് നേരാണ്. ഇതിലാണോ ഞാൻ അവളെ നോക്കാൻ നിന്നെ ഏൽപ്പിച്ചത്? ദൈവമേ, നീ അവളുടെ അച്ഛന്റെ മുഖത്ത് ഞാൻ എങ്ങനെയാ നോക്കുക? ആ ശശിയോട് എന്താ സമാധാനം പറയാ? ഒന്ന് പയ്യ ഓടിക്കും. ഇവിടെയും കാണാത്തവന് കണ്ടോ അവന്റെ ഒരു ധിക്കാരം. ഹലോ, താനിവിടെ? സുന്ദരനല്ലേ? കായലിൽ യാത്ര ചെയ്യുമ്പോൾ ചില മര്യാദകളൊക്കെ വേണം. ഇത്രയും സ്പീഡിൽ ബോട്ട് ഓടിക്കാൻ പാടില്ല. കടലിൽ സഞ്ചരിക്കുന്ന എന്നെയാണോ കായൽ യാത്ര ചെയ്യാൻ പഠിപ്പിക്കുന്നത്? ബോട്ട് പോകുമ്പോൾ അലകൾ ഉണ്ടാവുമെന്നും അതിൽപ്പെട്ട് കൊച്ചുവെള്ളങ്ങൾ മറിഞ്ഞു പോകുമെന്നും മനസ്സിലാക്കണം. ഞാൻ യാത്ര ചെയ്യുമ്പോ എന്റെ വഴി മാത്രമേ ശ്രദ്ധിക്കാറുള്ളൂ. മറിയുന്നവരും വീഴുന്നവരും ഒന്നും ശ്രദ്ധിക്കാറില്ല. ഇവിടെ അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടമാണ്. താക്കീതാണോ? എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ആ, എന്നാൽ കുറെ ദിവസം ഞാൻ ഇവിടൊക്കെ തന്നെ കാണും. സാർ ഇവിടെ തന്നെ കാണുമെന്ന് അറിയേണ്ട കാര്യമില്ല. പക്ഷെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരിക്കുമെന്ന് അറിയുന്നത് നല്ലത്. ആവശ്യമുള്ളപ്പോ ഓർത്തോളാം. പോരെ? വാടോ. അമ്മാവനില്ലേ അകത്ത്? പുറത്തേക്ക് പോയിരിക്കുക. നിങ്ങൾ ആരാ? എറണാകുളത്തുനിന്നാ. വിജയില്ലേ? അകത്തുണ്ട്. ഞാൻ ഇന്നലെ കൊച്ചിയിലെത്തി. ഇന്നലെ തന്നെ ഇവിടെ വന്ന് എന്നെ കാണാമെന്ന് വിചാരിച്ചു. വീട്ടിൽ ചെന്ന് എന്റെ അച്ഛനെ കണ്ടിട്ടാകാമെന്ന് കരുതി. എനിക്ക് കുറച്ചു ദിവസം കൂടെ അവധിയുണ്ട്. അത് നിന്നോടൊപ്പം കഴിയാമെന്ന് വിചാരിക്കുന്നു. തിരിച്ചു ചെല്ലുമ്പം നിന്നെയും കൂട്ടിക്കൊണ്ടേ ചെല്ലാവൂന്നാണ് നിന്റെ അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. അവധി തീരും മുമ്പ് നമ്മുടെ വിവാഹം നടത്തണമെന്നാണ് അച്ഛന്റെ ഉദ്ദേശം. എന്റെ ആഗ്രഹവും അതാണ്. ആ വിജയ്, ഈ യാത്രയിൽ ഞാൻ ഹോങ്കോങ്, സിംഗപ്പൂർ, ടോക്കിയോ ഒക്കെ ടച്ച് ചെയ്തിരുന്നു. നോക്കൂ, ദിസ് ഈസ് ഫ്രം സിംഗപ്പൂർ. നിനക്ക് വേണ്ടി കൊണ്ടുവന്നാ. എനിക്കിതൊന്നും വേണ്ട. വിജയ്, അല്ല, ഇതാരും ശശിയോ? എപ്പോ വന്നു? ഞാനൊന്ന് ടൗൺ വരെ പോയി. ഇവളെന്താ ഇനി ഇങ്ങനെ? നീ പ്രതീക്ഷിക്കാതെ വന്നതല്ലേ? എന്താ പറയണ്ടെന്നൊരു വെപ്രാളം കാണും. വാ, കുളിച്ചു വല്ല ആഹാരം കഴിക്കാം, നമുക്ക് സംസാരിക്കാം.